അപ്പോൾ ഇങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഒരു മൂഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഹോണസ്റ്റ്ലി പറയാലോ, ഫസ്റ്റ് ഈ പാട്ട് കേട്ട സമയത്ത് എനിക്ക് ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായത്. അതായത് ഇതിൻ്റെ ബീറ്റ് ഒരു വഴിക്ക്, ഡാബ്സിയുടെ വോക്കൽ വേറൊരു വഴിക്ക് പോകുന്നു. ചേട്ടാ ഇതെന്താ ഇങ്ങനെ, ലിറിക്സ് അത്ര ക്ലിയർ അല്ല എന്നുള്ളത് എനിക്കും പേഴ്സണലി ഫീലായി. അപ്പോൾ ഞാൻ കേട്ടത് ടാബിലായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ ലേറ്റർ ഓൺ ഫോണിലൊന്നുകൂടി, ടാബിലെ സൗണ്ട് കുറച്ചൊരു സീനായതുകൊണ്ട് ഞാൻ അഗെയിൻ ഫോണിലൊന്നുകൂടി കേട്ടു. ഇന്നിപ്പോൾ ഞാൻ കാറിലൊന്ന് പ്ലേ ചെയ്ത സമയത്ത് എനിക്കത് അത്ര മോശമായിട്ട് പേഴ്സണലി ഫീൽ ആയില്ല. എനിക്ക് തോന്നിയടാ വലിയ മോശമുണ്ടോ? ഇല്ലല്ലോ. ആണോ? ഫ്രണ്ട് പറയുന്നുണ്ട് വലിയ മോശം ഇല്ല എന്ന് പറയുന്നത്. കാരണം എനിക്കും തോന്നി ഇതിൽ ലൗഡായിട്ട് കാറിലെ സ്പീക്കേഴ്സിൽ വെച്ച സമയത്ത് അത് വലിയ മോശമുള്ള സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല. കുറച്ച് ലൗഡ് ആയതുകൊണ്ട് ഈ ചെലമ്പലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഒരു തരം ആ വോക്കലിനെ കൊടുത്തിട്ടുള്ള ഒരു BGM സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര സത്യം കേട്ടോ. ഞാൻ മാർക്കോൻ്റെ ഒരു വിഷയമാണ് ഇവിടെ സീക്രട്ട് ഏജൻറ്റ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു പോർഷൻ ആദ്യം വെക്കാനുള്ള റീസൺ എന്താ അറിയോ? മാർക്കോൻ്റെ ഇന്നലെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങി അതൊരു യൂട്യൂബിൻ്റെ പോളിസി വയലേഷൻ കാരണം ഒഴിവാക്കി എന്ന് പറയുന്നു. അതിനുശേഷം അവർ വീണ്ടും ഇറക്കിയപ്പോൾ ഡാബ്സിയാണ് പാടിയത്. അപ്പോൾ പാട്ട് കേട്ട സമയത്ത് എനിക്ക് സത്യം പറയാലോ, എനിക്ക് എന്തോ ഭയങ്കര ഒരു ജാതി ഒരു വൃത്തികെട്ട ആലാപനം ആയിട്ട് ഫീൽ ചെയ്തു. ഡബ്സി ഈടായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എയർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡബ്സിന് അത്യാവശ്യം വളരെ മോശമായിട്ടുള്ള 8 കമൻസ് ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടി ഇന്ന് ഞാൻ നോക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം വീഡിയോ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് സീക്രട്ട് ഏജൻറ്റ് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തപ്പോൾ ഇവർ പറഞ്ഞ വർത്താനം എത്രയേ ഉള്ളൂ. അതായത് വീഡിയോ, അതായത് ടാബിലാണ് ഫസ്റ്റ് കേട്ടത്. നിങ്ങൾ കേട്ടല്ലോ, ടാബിൽ ഫസ്റ്റ് കേട്ടു, മൊബൈലിൽ കേട്ടു. അപ്പോൾ ഈ ഒരു പാട്ട് എന്തോ ഇഷ്ടം തോന്നിയില്ല. പക്ഷെ കാറിൽ കയറി കേട്ടപ്പോൾ ഇത് രസമായി തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എന്താ അറിയോ, കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ഇനി എല്ലാവരും മാർക്കോൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കാറ് നേരെ ഇടിച്ച് കയറ്റുക, എന്നിട്ട് ഈ പാട്ട് മാത്രം കാറിലിരുന്ന് കേൾക്കുക എന്നുള്ള ഒരു കമൻറ്റാണ് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും തന്നെ ഈ കാറിലിരുന്നിട്ട് ഈ മാർക്കോൻ്റെ പാട്ടൊന്ന് കേട്ടു. അപ്പോൾ സത്യമാണ്, കാറിലിരുന്ന് കേൾക്കുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് എനിക്കും ഫീൽ ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടാബിൽ മൊബൈലിൽ കേൾക്കണ പോലെയല്ല, കാറിൽ കേൾക്കുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഒരു കാര്യം ചെയ്യാം, മാർക്കോൻ്റെ പാട്ട് കേൾക്കാൻ എല്ലാവരും കാറായിട്ട് തിയേറ്ററിലേക്ക് പോവുക. പ്രത്യേകിച്ച് സീക്രട്ട് ഏജൻറ്റും കാറും കൂടി ആവുന്ന സമയത്താണ് ഒരുവിധം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജോക്സ് അപ്പാർട്ട് പോട്ടെ, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ അല്ലേ. സംഭവം എന്താ സംഗതി അറിയോ? മാർക്കോൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഓൾറെഡി ഈ മൂവി ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്തിട്ടേ വരും. പ്രൊമോട്ട് ചെയ്യല്ല, വയലൻസ് ആണ് ഈ പടം. വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറയില്ല, അല്ല പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ പണ്ട് ഇപ്പോൾ ഭക്തി വിറ്റ് കാശാക്കി എന്ന് സീക്രട്ട് പറഞ്ഞ പോലെ ഇത് വയലൻസ് വിറ്റ് കാശാക്കി എന്ന് പറയില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എന്താണെങ്കിലും ഒരു ദിവസം മുന്നേ വന്നിട്ടുള്ള ഉണ്ണി മുകുന്ദൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: മോർ ബ്ലഡ് മോർ വയലൻസ്. അതായത് കംപ്ലീറ്റ് ഈ പടം കംപ്ലീറ്റ് വയലൻസ് എന്നുള്ള രീതി തന്നെയാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. മോസ്റ്റ് വയലൻറ്റ് മൂവി ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഒന്ന് കാണാൻ താല്പര്യമുണ്ട് കേട്ടോ. ആനിമൽ ഭയങ്കര വയലൻസ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് ആ പടയെ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ആ ഒരു സംഗതിയെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും മോർ ബ്ലഡ് മോർ വയലൻസ് അഹെഡ്. ഡബ്സി, രവി ബസ്രൂർ, വിനായക്, ശശികുമാർ ഔട്ട് നൗ. മാർക്കോ ഫസ്റ്റ് സിംഗിൾ ബ്ലഡ് എന്നുള്ള ആ ഒരു പാട്ട് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ അത് ടേക്കൺ ഡൗൺ, ആ പാട്ട് നിന്ന് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ വന്നു. പിന്നെ അവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഉണ്ണിമൂൻ തന്നെ അനൗൺസ്മെൻറ്റ്: ഡിയർ ഓൾ, അൺഫോർച്ചുനേറ്റ്ലി മാർക്കോ ഫസ്റ്റ് സിംഗിൾ ബ്ലഡ് യൂട്യൂബ് വീഡിയോ വാസ് ടെമ്പററിലി ടേക്കൺ ഡൗൺ ഡ്യൂ ടു ക്ലെയിംസ് ദാറ്റ് അവർ കണ്ടന്റ് പ്രൊമോട്ട്സ് extreme violence. While this was never our intention, we are revising the video to meet guidelines and we'll re-upload soon എന്നും പറഞ്ഞിട്ട് താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് സപ്പോർട്ട് എന്നും പറഞ്ഞിട്ട് അവർ വീണ്ടും റീഅപ്ലോഡ് ചെയ്ത സമയത്താണ് ഈ ഡബ്സിൻ്റെ സൗണ്ട് ഇങ്ങനെ. ഡബ്സി എനിക്ക് ഇഷ്ടമുള്ളൊരു സിംഗറാണ് കേട്ടോ, വെറുപ്പും ദേഷ്യമൊന്നുമില്ല, ഇഷ്ടമില്ലാത്ത സിംഗറല്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പാട്ടുകളുണ്ട്. ഡബ്സി പാടിയ എത്രയോ പാട്ടുകൾ ഭയങ്കര ഹിറ്റാണ്. ഓക്കെ,
അപ്പോൾ ചില പാട്ടുകൾ ഇപ്പോൾ എല്ലാ പാട്ടും എല്ലാവർക്കും ചേരില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഡബ്സി പാട് എല്ലാ പാട്ടും ഇപ്പോൾ ഈടായിട്ട് ഇപ്പോൾ ഷഹബാസ് അമൻ്റെ പാട്ടുകൾ ഇയാളെ റാഫിഖാൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഈ ഡബ്സി പാടിയതൊക്കെ ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ എനിക്കത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഓട്ടോ ട്യൂൺ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഡബ്സിന് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്കാല കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഡബ്സി ആ പാടിയ പാട്ട് ഇപ്പോൾ ഞാൻ സീക്രട്ടിൻ്റെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ടുവെന്നേ ഉള്ളൂ, തമാശ ഒരു സർക്കാസം രൂപത്തിൽ ഇട്ടുവെന്നേ. പക്ഷേ കാറിൽ കേട്ടല്ലോ എവിടെ കേട്ടിട്ടുണ്ടെങ്കിലും ആ പാട്ട് ആദ്യത്തെ ആ പാട്ട് അത്ര പോരാ. സീരിയസ് ആയിട്ട് എനിക്കെന്തോ അത് ഡബ്സി പാടിയേണ്ടതെന്ന് തോന്നുന്നില്ല, എന്തോ ഭയങ്കരമായിട്ട് അലറുന്ന പോലെ. ഈ സൗണ്ട് മിക്സിങ്ങിലുള്ള സംഭവമാണോ അതോ എന്താ പറയുക ഇനി എന്താ ആ പാടിൻ്റെ കുഴപ്പമാണോ എന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ആ മറ്റേ ഫസ്റ്റ് ആ യൂട്യൂബിൽ നിന്ന് ആ ഒരു മൂവീൻ്റെ ടീസർ റിമൂവ് ചെയ്യാനുള്ള റീസൺ എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ, കൈയൊക്കെ വെട്ടി എറിയുന്ന കൈയൊക്കെ അത് അത്രയും വയലൻസ് ഉള്ള മൂവിയാണ്. സീരിയസ്ലി ലുക്കിംഗ് ഫോർവേഡ് ടു സീ ദിസ് മൂവി. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഒന്നാമത് ഉണ്ണിമുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് വേറെ കഥ. പക്ഷേ എന്നാലും സീരിയസ്ലി നമുക്ക് അങ്ങനത്തെ ഒരാൾ ആവശ്യമാണ് മലയാളം ഇൻഡസ്ട്രിയിൽ അല്ലേ. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് മൂവി. ഏതായാലും ഉണ്ണി മുകുന്ദൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുണ്ട്, മാർക്കോ ബ്ലഡ് ഫീച്ചറിങ് സന്തോഷ് വെങ്കി KGF ഫെയിം ഔട്ട് നൗ എന്നും പറഞ്ഞിട്ട്. അതിന് മുന്നേ ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നു, പ്രിയ പ്രേക്ഷകരെ, മാർക്കോയുടെ ആദ്യ സിംഗിൾ ബ്ലഡ് പുറത്തിറങ്ങിയതിനെ തുടർന്ന് നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ച ഇത് ഒരുക്കാനുമുള്ള അവസരമായി കണക്കാക്കുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിബദ്ധരാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് KGF ഫെയിം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിക്കുന്ന ബ്ലഡിൻ്റെ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ്. കൂടുതൽ മികച്ച ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാൻ അത് ഞങ്ങൾക്ക് എന്താണ് അത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങളുടെ തുടർച്ചയായ പിന്തുണ അതൊക്കെ ഉണ്ടാവും കേട്ടോ, പിന്തുണയൊക്കെ ഉണ്ടാവും ഡെഫിനറ്റ്ലി. എന്തായാലും ഞാൻ ആ പടം തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം, ഈ ചങ്ങാതിക്ക് ഈ ഡബ്സിക്ക് അത്യാവശ്യം നല്ല തെറി കേൾക്കുന്നു. വേറെ ആരെയും കിട്ടിയില്ലേ ബ്രോ ഈ സോങ് പാടിക്കാൻ, കുറച്ച് കേട്ടപ്പോൾ തന്നെ ഉള്ള മൂഡും കൂടെ പോയിന്ന്. കംപ്ലീറ്റ് ആയിട്ട് മോശം കമൻസാണ് ഡബ്സിക്ക് ഇത് കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവരൊക്കെ മണ്ടന്മാരാണോ, ഇന്നലെ റിലീസായ പാട്ടിൽ ഡബ്സിയുടെ സൗണ്ട് പോരെന്ന് തോന്നി ഒരു ദിവസം കൊണ്ട് തന്നെ കന്നഡ സിംഗർ വന്ന് 5 ഭാഷയിലൊക്കെ പാടിയെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാർ ഉണ്ടോ? അതും കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റാപ്പറിൽ ഒരുത്തനെ ഇങ്ങനെ പച്ചയ്ക്ക് ഇട്ട് ഊക്കാൻ മാത്രം ധൈര്യം ഒരു പ്രൊഡ്യൂസറും കാണിക്കില്ല. ഇവനും കൂടെ അറിഞ്ഞുകൊണ്ട് നടന്നത് തന്നെയാണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യുന്നത്. പ്രൊമോഷൻ ടാക്ടിക്സ് അല്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമുക്കറിയില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ പ്രൊമോഷൻ എന്താണെന്നുണ്ടെങ്കിലും പടത്തിന് ഓരോ ഈ വരുന്തോറും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓരോ പടം ഓരോ രീതിയിലാണ് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഓരോ പ്രൊഡക്റ്റും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്താണെങ്കിലും അൾട്ടിമേറ്റ്ലി നല്ലൊരു പടമായി ആവണേ എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ്. പിന്നെ മാർക്കോ ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ ഡബ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് നാളെ മാർക്കോ റിലീസായി നെഗറ്റീവ് റിവ്യൂ വന്നാൽ അതിൻ്റെ കാരണക്കാരൻ ഉണ്ണിയാണെന്ന് അറിഞ്ഞാൽ ഇവനെ ഇതുപോലെ മാറ്റണം എന്ന് പറഞ്ഞു ഉണ്ണി മുകുന്ദൻ കേട്ടോ. മോളിവുഡിൽ ഒരു സോങ് ആദ്യമായി 200 മില്യൺ കണ്ടത് ഡബ്സിയുടെ പാട്ടിലൂടെ അല്ലേ? പ്രശ്നം വരികളിലും ട്യൂണിലുമാണ്. ആദ്യം അത് മാറ്റണം, അതാണ് വേണ്ടത്. അല്ലാതെ പബ്ലിക്കായി പാടിയത് മോശമെന്ന രീതിയിൽ പോസ്റ്റിട്ട് ഒരാളെ അപമാനിക്കുന്ന രീതിയിൽ ചെയ്യുന്നത് മോശം കാര്യം തന്നെ. അത് സിനിമയുടെ അണിയറ പ്രവർത്തകർ, ഞാനും ആ ഒരു പക്ഷക്കാരനാണ് കേട്ടോ സീരിയസ്ലി. അതെന്തുകൊണ്ടാണ് ഈ ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു പബ്ലിക് റെസ്പോൺസ് വന്നതിന് ശേഷം മാറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമോ എനിക്കറിയില്ല കേട്ടോ, എനിക്കും അങ്ങനെ തോന്നുക. കാരണം വെച്ചാൽ ഈ ഒരു മനുഷ്യനെ ഇതുപോലെ പച്ചയ്ക്ക് ചെയ്യുന്നത് ഗായകനെ മാറ്റുകയാണെന്ന അറിയിപ്പാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂസാണ്. ഓക്കെ, പാട്ട് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഡബ്സിയെ മാറ്റിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മാർക്കോ ടീം കാണിച്ച് തെണ്ടിത്തരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി അതും കണ്ടു. എന്താണെന്നുള്ള അറിയില്ല. എന്താണെങ്കിലും മാർക്കോ ദി മോസ്റ്റ് വയലൻറ്റ് മൂവി, പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു ആക്ടിങ് കാണാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പ്ലസ് ഞാനത് എന്നെ കൂടുതലല്ല ഈക്വലി അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ പറയാം എക്സൈറ്റ് ചെയ്യിക്കുന്നത് നമ്മുടെ അപ്പുകുട്ടൻ സാറാണ്. പഴയ അപ്പുകുട്ടൻ സാറ് കാക്കതൂറി ജഗദീഷിൻ്റെ പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്. ഏത് രീതിയിലാണ് പുള്ളി, കാരണം ലീല മൂവി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, ലീല കണ്ടുണ്ടോ? മറ്റേ ഇയാളുടെ കിട്ടിയോ നോക്കിയില്ലേ, ബിജു മേനോൻ്റെ പടം ലീല, അതിൽ നല്ല നൈസ് വില്ലനായിട്ട് അഭിനയിച്ചു അല്ലേ. ലീല മൂവി എന്നല്ല, ആനയുടെ ആ മൂവി, പ്രത്യേകിച്ച് പഴയ എന്താ പറയുക നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന സിനിമയിൽ
ലാലേട്ടൻ്റെ ഇതിൽ തിലകനൊക്കെ ചെയ്ത വില്ലൻ കഥാപാത്രം ഏകദേശം ആ ഒരു വെറുപ്പിക്കുന്ന വില്ലനായിട്ട് ചെയ്താണല്ലോ ലീലയിലുള്ള. അപ്പോൾ ഇത് പുള്ളി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. വേറൊരു എൻറ്റയർലി ജഗദീഷിനെയാണ് കാണാൻ പറ്റുന്നതെന്നാണ് മനസ്സിലാവുന്നത്. എന്താണെന്നുണ്ടെങ്കിലും മാർക്കോ മൂവി വെയിറ്റിംഗ് ആണ്. ഇതിപ്പോൾ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സി ആണോ ഒന്ന് സംശയം. കാരണം വെച്ചാൽ ഡബ്സിന് അതൊരു ശരിയായ സംഭവം. ഒരു പാട്ട് ഇറങ്ങിയതിന് ശേഷം അയാൾ പാടി കഴിഞ്ഞിട്ട് ഇതിനകത്ത് വലിയൊരു ഊക്ക് ഞാൻ മനുഷ്യന് കിട്ടാനുണ്ടോ ഡബ്സിക്ക്? എനിക്കതിനുള്ള ഇഷ്ടം കേട്ടോ. ഇഷ്ടം എന്ന് പറയാന്ന് വെച്ചാൽ അതിന് പറ്റിയ മൂഡുണ്ട്. ആ മൂഡ് സോങ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. എല്ലാ പാട്ടൊന്നും എല്ലാവർക്കും പാടാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ജൂനിയർ യേശുദാസ് എന്നൊക്കെ കമ്പയർ ചെയ്ത് പറയുന്നതൊക്കെ ഓരോരുത്തർ സോഷ്യൽ മീഡിയ അല്ലേ, പൊതുജനം പലവിധം ആൾക്കാർ ഏതൊക്കെ രീതിയിൽ എടുക്കുന്ന അറിയില്ല. അപ്പോൾ ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.